എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിലോൺ വീറ്റ് പറാത്ത വിത്ത് സ്വീറ്റ് പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് സോഫ്റ്റായ ഡോ തയ്യാറാക്കാം. നന്നായി സോഫ്റ്റായ ഡോ 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ മസാല റെഡിയാക്കാം. ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് 3 സബോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 വലിയ പച്ചമുളക്, പിന്നെ 3 ആഫ്രിക്കൻ മല്ലിയില. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് സ്മാഷ് ചെയ്ത് വെക്കാം. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കുറച്ച് ബട്ടറും ചേർത്ത് നമുക്ക് കടുകും ജീരകവും പൊട്ടിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറുതായി ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് സവോള നന്നായിട്ട് വഴറ്റാം. സവോള നന്നായി വഴന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആഫ്രിക്കൻ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഗുണമേറെയുള്ള ഇലകളിൽ ഒന്നാണിത്. ഇപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഡോ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് മാവ് എടുത്ത് പരത്തി ഉരുക്കിയ ബട്ടർ എല്ലാ ഫോൾഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ തടവിയ ശേഷം നമുക്ക് പറാത്ത ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ലാസ്റ്റ് കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ പറാത്തയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊരു 10 പറാത്ത ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ലെയർ പറാത്ത റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റി ആയിട്ടുള്ള ഈ കോമ്പിനേഷൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്